അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു റെസിൻ ക്ലോക്കാണ്. റെസിൻ ക്ലോക്കിലേക്ക് നമ്മൾ റെസിൻ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോർഷനായിട്ടാണ് ഒഴിക്കുന്നത്. വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ ഒഴിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഞാൻ ഈ റെസിൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുമായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഈ റെസിൻ്റെ ഈ ക്ലോക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി. തിരക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഓരോ കളേഴ്സായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വൈറ്റ് കൊടുത്തു, ബ്ലാക്ക് കൊടുത്തു, ഇപ്പോൾ നമ്മൾ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ വലിച്ചു വാരി ഒഴിക്കരുത്. അത് കൊണ്ട് കുറച്ചളവിലേക്കാണ് ഒഴിക്കുന്നത്. കാരണം വെച്ചാൽ അത് കയ്യിനുള്ളിൽ നിന്ന് താഴേക്ക് ഒലിച്ച് ഇറങ്ങും. അപ്പം പിന്നെ അത്രയും റെസിൻ നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റായിട്ട് പോകും. റെസിൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളപ്പം അതനുസരിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ വെറുതെ വേസ്റ്റായിട്ട് പോവുകയില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ചായിട്ടുള്ള രീതിയിൽ ഒഴിക്കുന്നത്. ഇനി നമ്മളൊരു ഗോൾഡ് കളറും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് ഉള്ള കാര്യം അറിയത്തില്ല. ഫൈനൽ ടച്ച് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കുറേ നാളത്തെ ആഗ്രഹം ഒരു റെസിൻ ക്ലോക്ക് ചെയ്യണമെന്ന്. ഒരു മാസമായിട്ട് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ്, അതായത് ഈ MDF ബോർഡും പിന്നെ ഇതിൻ്റെ മേളിൽ വെക്കുന്ന ഡിജിറ്റ് കിട്ടാൻ കുറേ തപ്പി നടന്നു. പിന്നെ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു കൃപ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ചെന്ന് നോക്കി. അപ്പം ഇങ്ങനെ കറക്റ്റ് ഡിജിറ്റ് കിട്ടിയില്ല. നമുക്കൊരു കട്ട് ചെയ്ത ഒരു ഡിജിറ്റാണ് കിട്ടിയത്. ഞാനത് ഫുള്ള് ഗിൽറ്റർ വെച്ച് കവർ ചെയ്തിട്ട് അതിന് ശേഷം അതാണ് നമ്മൾ ഇതിൻ്റെ ഡിജിറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. കുറേ തപ്പി നടന്നു, എന്നിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ ഈ വർക്ക് തീരാറായപ്പം ഇതിൻ്റെ കട തപ്പിയെടുത്ത് ഇതിൻ്റെ ഒരു സെറ്റ് ക്ലോക്കിനുള്ള സംഭവങ്ങൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുഴപ്പമില്ല, വേറെ ഷോപ്പിൽ കണ്ടുപിടിച്ചു. ഇത് ചെയ്യുന്നതിന് നോക്കിയ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം വേറെ ഒരു രീതിയിലുള്ള ഡിജിറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാനങ്ങനെ ആരും അങ്ങനത്തെ ഡിജിറ്റ് വെച്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടേക്കുന്ന വീഡിയോയിലൊക്കെ വേറുള്ള ഡിജിറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെക്കുന്ന ആൾക്കാർ. പിന്നെ കണ്ടോ, ഇപ്പം ഞാൻ ആ റെസിൻ ഒഴിച്ചെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം. നമുക്കത് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഡിസൈനിൽ വേണേലും നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള എങ്ങനെയാണോ ആ രീതിയിൽ നമുക്കത് ചെയ്യാം. ലാസ്റ്റ് കണ്ടോ, ഞാൻ പറഞ്ഞ ഈ ഡിജിറ്റിൻ്റെ കാര്യമാണ് ഈ സംഭവം കേട്ടോ. അത് എനിക്ക് കിട്ടിയപ്പം വെറും ഒരു തടി പോലെയായിരുന്നു. തടിയുടെ ഒരു രീതിയിലാണ് അതിൻ്റെ മേലിരുന്നത്. ഞാനതിൻ്റെ മേളിലേക്ക് കുറച്ച് ഗിൽറ്ററൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ഇങ്ങനെ ഇപ്പോൾ ഈ റെസിൻ്റെ ക്ലോക്കിൻ്റെ മേളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു സ്റ്റിക്കർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അള്ളാഹു എന്ന് എഴുതിയൊരു സ്റ്റിക്കർ അതിൻ്റെ മേളിൽ നമ്മൾ മീനൊരു സ്റ്റിക്കറാണ് നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ ഡിജിറ്റ് വെച്ചു. പിന്നെ വീണ്ടും റെസിൻ ഒഴിച്ചു. ചില ഭാഗങ്ങൾ എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ചിലതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം. അപ്പം ആ റെസിൻ അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഡിജിറ്റ് വെച്ച് നമ്മൾ റെഡിയാക്കുവാണ്. എന്നിട്ട് നമ്മൾ ക്രിസ്റ്റൽ സൈഡിൽ കൂടെ ഇനി ക്രിസ്റ്റൽ അതിന് മുകളിലേക്ക് വെക്കും കേട്ടോ. നമുക്ക് കാണിക്കാവേ. ഓൾമോസ്റ്റ് അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മൾ റെസിൻ ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് ക്രിസ്റ്റൽ സൈഡിൽ കൂടെ നമ്മൾ വെച്ച് കൊടുക്കുവാണേ. വെക്കുന്ന കാണാൻ പറ്റും.
സൈഡിലൂടെ കുറച്ച് കുറച്ച് വെക്കണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ക്രിസ്റ്റലിന് നമ്മളിത് വെക്കുന്നതിന് മുമ്പ് ഒരു ശകലം റെസിൻ ഒഴിച്ച് ക്രിസ്റ്റൽ ഫുള്ള് ഗോൾഡ് പേപ്പർ ഇട്ട് നമ്മൾ ഇളക്കി സെറ്റാക്കി വെച്ചേക്കുക. കാരണം വെച്ചാൽ റെസിൻ ചെയ്യുന്നതിന് മേളിൽ നമ്മൾ ക്രിസ്റ്റൽ വെക്കുമ്പം ഈ റെസിൻ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ അത് അങ്ങ് ഇളകി പോകാൻ ഒരു ഇത് വരും. അതുകൊണ്ടാണ് നമ്മൾ റെസിൻ വെച്ച് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മുടെ മോളാണ് നമുക്കത് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം അവൾ അന്നേരം തന്നെ പറയുക, അമ്മി സൂപ്പർ അമ്മി എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതാ എന്തിനുള്ളിൽ കാണാവേ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ക്രിസ്റ്റൽ വെച്ച് കൊടുത്തു പോവുകയാണ്. സൈഡിൽ കൂടെ ഫുള്ള് ക്രിസ്റ്റൽ വെച്ച് സൈഡിൽ കൂടെ വെക്കും. പിന്നെ കൈ കൊണ്ട് വെക്കുന്നതുകൊണ്ട് നമുക്കത് സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് ഏത് പോർഷനാണ് ഇല്ലാത്ത പോർഷനോട് നമുക്ക് കൈ കൊണ്ട് ശരിയാക്കി റെഡിയാക്കി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ വർക്കും നമ്മുടെ ഇഷ്ടത്തിനും നമുക്ക് എങ്ങനെയാണോ സെറ്റാക്കാൻ പറ്റുന്ന ആ രീതിയിലും ചെയ്തു വരാതെ ഉണ്ടോ. ഓരോന്നായിട്ട് സൈഡിലേക്ക് വെച്ച് നമ്മൾ കൊടുക്കുവാണ് ഓരോ ക്രിസ്റ്റലും. ക്രിസ്റ്റലിൻ്റെ മേളിലായിട്ട് ചെറിയ ഗോൾഡിൻ്റെ ഒരു ലീഫ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് ഫുള്ള് നമ്മളത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലൂടെ കുറച്ച് റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ക്രിസ്റ്റലിൻ്റെ മേളിൽ. ലാസ്റ്റ് കണ്ടോ, ഫുള്ള് ലാസ്റ്റ് ഫൈനലായിട്ട് കണ്ടോ അതിൻ്റെ മേളിലേക്ക് കുറച്ച് ക്രിസ്റ്റലിൻ്റെ മേളിലേക്ക് കുറച്ച് റെസിനും കൂടെ ഒഴിച്ച് നമ്മളത് ലാസ്റ്റ് ഇങ്ങനെ ചെയ്തേക്കുകയാണ്. പിന്നെ ഇത് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള് സെറ്റായതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമ്മൾ ക്ലോക്കിൻ്റെ ബാക്കി മെറ്റീരിയൽസും, അതായത് ക്ലോക്ക് ഓടുന്ന ആ ഡിജിറ്റിൻ്റെ അവിടെ ഓടുന്ന ഇതുണ്ടല്ലോ, ഹവേഴ്സ് സൂചി, മിനിറ്റ് സൂചി, അതൊക്കെ ലാസ്റ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ ഉണങ്ങണമെങ്കിൽ ഒരു 24 hours എങ്കിലും വേണം. അതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ലാസ്റ്റ് ഫൈനലായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ മേളിലേക്ക് ബാക്കി അത്ര ക്ലാരിറ്റി ഒന്നും കാണില്ല വോയിസ് ഓവറിന്. ഞാൻ പക്ഷേ ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണേ.